എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വരുന്ന ശിവരാത്രി, ഫെബ്രുവരി മാസത്തിലെ ശിവരാത്രി വന്നിരിക്കുന്ന ഞായറാഴ്ച ദിവസം കൂടെയാണ്. അപ്പോൾ ശിവരാത്രി ദിവസം നമുക്ക് ഒത്തിരി വഴിപാടുകൾ മഹാദേവൻ്റെ അനുഗ്രഹം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ആവശ്യമുള്ളത്, ഏറ്റവും കാര്യമായിട്ടുള്ള ഒരു വഴിപാടാണ് മക്കളുടെ വിവാഹം നടന്നില്ലെങ്കിൽ, അതായത് വിവാഹ തടസ്സമായി നേരിടുന്ന അച്ഛനമ്മമാർക്ക് മക്കൾ, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ മിക്ക ക്ഷേത്രത്തിൽ സ്വയംവരം കഴിക്കുന്നത്, അതേപോലെ തന്നെ സ്വയംവര മന്ത്രം കൊണ്ട് മുല്ലപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത്, പല രീതിയിലുള്ള പൂജകൾ നടത്തുന്നു, വഴിപാട് നടത്തുന്നു, എന്നിട്ട് ഒട്ടും വിവാഹം വരുന്നില്ല. 35-40 വയസ്സൊക്കെ ആയി. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദോഷം മാറിയതിന് ശേഷം മാത്രം നമ്മൾ വഴിപാടുകൾ ചെയ്യുക. ചുമ്മാതെ നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വിവാഹം വരാൻ വേണ്ടി അവിടെ പോയി കുറച്ച് സ്വയംവര മന്ത്രം ചെയ്യുന്നില്ലെങ്കിൽ അടുത്തുപോയി വേറെ വഴിപാട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓടി കിടന്ന് ചെയ്തുകൊണ്ട് നമുക്ക് വിവാഹ കാര്യങ്ങൾ നടക്കത്തില്ല, നമ്മുടെ പൈസ പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, അമ്മ ഈ കണ്ട ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് ചെയ്തിട്ട് എൻ്റെ വിവാഹവും വന്നില്ല, എനിക്ക് ഇത്രേ വയസ്സായി. നമുക്ക് അവരോട് തിരിച്ച് പറയാൻ മറുപടി കിട്ടത്തില്ല. അത് ശരിക്കും പറഞ്ഞൊരു ശരിയായ കാര്യമാണ്. മിക്ക അമ്മമാരും പൈസ ഇല്ലാത്ത ഇരിക്കുന്ന സമയത്ത്, അതായത് ഒരു എങ്ങനെ വന്നാലും ഒരു സ്വയംവര മന്ത്ര അർച്ചന പല ക്ഷേത്രത്തിലും പല ചാർജാണ്. 20 ഉള്ളിടത്തുണ്ട്, 50 രൂപയുണ്ട്, 30 രൂപയുണ്ട്. അപ്പോൾ അതൊക്കെ ആഴ്ച ചെയ്യണം. പിന്നെ അവിടെ നിൽക്കുന്ന തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണം. പിന്നെ ദൂരെയുള്ള അമ്മമാർ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ അത് പോകുന്നതിനുള്ള വണ്ടിക്കൂലി, അവരുടെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞിട്ടായിരിക്കും അവരുടെ മക്കൾക്ക് വേണ്ടി, എന്നാൽ ഇത് ചെയ്യുമ്പോൾ എൻ്റെ മക്കളുടെ വിവാഹം റെഡിയാകും എന്ന് വിചാരിച്ച് അവരുടെ ഒരു ദിവസത്തെ സമയം കളഞ്ഞായിരിക്കും അവർ ഈ വഴിപാട് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും നോക്കിയിരിക്കും. 21 ദിവസം പറഞ്ഞില്ലെങ്കിൽ, 50 ദിവസം പറഞ്ഞില്ലെങ്കിൽ, 11 ദിവസം പറയും. പക്ഷെ എന്നിട്ടും വിവാഹാലോചനകൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മനസ്സിനൊരു വിഷമം ഉണ്ടാകും. ഭഗവാനെ, ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിന് ഒരു നല്ലൊരു വിവാഹം വന്നില്ല, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഒരു പോൺവഴിയില്ല. അപ്പോഴായിരിക്കും അടുത്തൊരു അമ്മച്ചി ഇല്ലെങ്കിൽ ബന്ധുക്കർ വരുന്നത്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഇന്ന രീതിയിൽ വഴിപാടുകൾ. അപ്പോൾ നമ്മൾ വീണ്ടും ഇല്ലാത്ത പൈസ മുടക്കി വീണ്ടും വഴിപാടുകൾ ചെയ്യും. അപ്പോൾ നമ്മുടെ മക്കളൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കും, അമ്മ ഈ കണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ വിവാഹം നടന്നില്ലല്ലോ, ഈശ്വരനെയും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്കൊരു മറുപടി ഇല്ല പറയും. അപ്പോൾ അതുകൊണ്ട് വിവാഹപരമായി ബന്ധപ്പെട്ട് നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ ആലോചിച്ചും കണ്ടും വേണം ചെയ്യാൻ. നമ്മൾ ശരിയായ രീതിയിൽ ഗ്രഹനില പരിശോധിച്ച ശേഷം ഉത്തമനായ ഒരു ജ്യോതിഷനോ തിരുമേനിയോ കൊണ്ട് പറഞ്ഞതിന് ശേഷം നമുക്കും കൂടെ യോജിച്ചതാണെങ്കിൽ മനസ്സിന് തോന്നിയ ഭക്തിയും വിശ്വാസവുമായിട്ടുള്ള വഴിപാടുകൾ മാത്രം ചെയ്യാറ്. കൂടി വന്ന ഒരു 1500 കൂടുതൽ വഴിപാടുകളും പൂജയ്ക്കും ഒന്നും മുടക്കി വിവാഹപരമായി ബന്ധപ്പെട്ട് ചെയ്യരുത്. അങ്ങനെ പൈസ മുടക്കാനാണെങ്കിൽ നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ വലിയ വലിയ പൂജകൾ ചെയ്യും, പക്ഷെ നമ്മൾ നടക്കത്തില്ല. ആദ്യമേ നമ്മുടെ ഗ്രഹനിലയിൽ വിവാഹമായി ബന്ധപ്പെട്ട് ഏത് പാവഗ്രഹമാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്, ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ വിവാഹകാര്യങ്ങൾ മുന്നോട്ട് വരത്തുള്ളൂ. ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ 7-ലെ കേതുവും സർപ്പവും കൂടെ തടസ്സം നിൽക്കുകയാണ്. അപ്പോൾ കേതുപരമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവത ഗണപതി ഭഗവാനാണ്. സർപ്പമായിട്ട് നമ്മൾ നിൽക്കുന്നത് നാഗരാജാവ്, നാഗേശ്വമ, സുബ്രഹ്മണ്യന് ചെയ്യാം. അപ്പം അതാത് ദേവതകളെ പ്രീതിപ്പെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ വിവാഹ കാര്യങ്ങൾ വരത്തുള്ളൂ. പിന്നെ നമുക്ക് ചില ഉപാസന മൂർത്തിയോട് നമുക്ക് സങ്കടം പറഞ്ഞ് എല്ലാ ദോഷത്തിനും പരിഹാരപരമായി ചെയ്യുന്ന വഴിപാടുകളുണ്ട്. ഒരു ഉദാഹരണത്തിന്, ശിവരാത്രി ദിവസം മക്കളുടെ വിവാഹ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അച്ഛനമ്മമാർ ചെയ്യേണ്ട കാര്യം, ശിവരാത്രി ദിവസം, അതായത് ശിവരാത്രിയുടെ ദിവസം വന്ന് മഹാദേവന് തലയിൽ ചൂടാൻ വേണ്ടി ഒരു ചന്ദ്രക്കല, അതായത് നേരത്തെ മേടിച്ച് വെക്കുക, വെള്ളിയുടെ ചന്ദ്രക്കല മേടിച്ച് വെച്ച് ഈ വിവാഹം നടക്കാത്ത ഇരിക്കുന്ന പേരിൽ സമർപ്പിക്കുക. മഹാദേവൻ ഒരു തല തണിപ്പിച്ച്, അതായത് ജലധാര നടത്തി ഭഗവാൻ ഒരു ചന്ദ്രക്കല, അതായത് വിവാഹം നടക്കാൻ തടസ്സമുള്ള വ്യക്തിയുടെ തലയ്ക്ക് ഒഴിഞ്ഞ് വേണം ചന്ദ്രക്കല വെക്കാൻ. ചന്ദ്രക്കല അടുത്തുള്ള വെള്ളിക്കടയിലൊക്കെ കിട്ടും. അത് നിസ്സാരമായ ഒരു പൈസയുള്ളൂ ഈ ചന്ദ്രക്കല. ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. നവഗ്രഹത്തിൻ്റെ അധിപനായ ചന്ദ്രഭഗവാന്റെ ദോഷങ്ങൾ മാറുകയും
നവഗ്രഹത്തിന് ബലം ഉണ്ടാകും. നമ്മൾ ശിവരാത്രി ദിവസം അച്ഛനമ്മമാർ എന്ത് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ മക്കളുടെ വിവാഹം നടക്കും. അപ്പോൾ ശിവരാത്രി അന്നത്തെ ദിവസം മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി ചന്ദ്രക്കല മഹാദേവന് സമർപ്പിക്കുക. ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് വിവാഹപരമായുള്ള തടസ്സങ്ങളൊക്കെ നീക്കി മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും ശിവഭൂതഗണങ്ങളുടെയും നന്ദി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ചന്ദ്രക്കല ചില ജില്ലയിലൊക്കെ, അതായത് ഇടുക്കി, കട്ടപ്പന ചില ജില്ലയിലൊക്കെ കിട്ടിയെന്ന് വരത്തില്ല. ഈ കോഴിക്കോട്, കണ്ണൂർ ചിലയിടത്ത് കിട്ടും. ഈ ചന്ദ്രക്കല കിട്ടാത്ത ആൾക്കാർ, അതായത് കടയിൽ ചെന്നിട്ട് ഇല്ലെങ്കിൽ അത് പണിയിക്കണം എന്നാൽ ഒരുമാതിരിപ്പെട്ട കടകളിലൊക്കെ ഉണ്ട്. അത് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട. ഒരു സാധാരണ രീതിയിൽ ഒരു വെള്ളിയുടെ ഒരു ആൾരൂപം മേടിച്ചാൽ മതി. സ്ത്രീയാട്ടെ പുരുഷനാട്ടെ ഈ ആൾരൂപം തലയ്ക്ക് ഒഴിഞ്ഞ് മഹാദേവൻ്റെ നടയിൽ കൊണ്ടുവെക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിവാഹപരമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും വിഘ്നങ്ങളും മാറിക്കിട്ടും. ഒപ്പം തന്നെ ആ വ്യക്തിയുടെ പേർക്ക് ശിവഭഗവാന് ജലധാര നടത്തുക. തല തണുപ്പിച്ചതിന് ശേഷം മാത്രം ഭഗവാന്റെ കാര്യത്തിന്, നമ്മുടെ കാര്യങ്ങൾക്ക് നടക്കാൻ വേണ്ടി ജലധാരയും ഒപ്പം തന്നെ ചന്ദ്രക്കല ഒഴിഞ്ഞ് വെക്കുക. ഇത് നേരത്തെ ഒന്ന് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. സമയത്ത് ചെല്ലുമ്പം ചിലപ്പോൾ അത് കിട്ടിയില്ലെന്ന് പറയും. ചന്ദ്രക്കല കിട്ടാത്ത ഭക്തജനങ്ങളുണ്ടെങ്കിൽ ആൾരൂപം മേടിച്ചാൽ മതി. പിന്നെ ഒട്ടുമിക്ക മക്കളുമാർ വിദേശത്തേക്കാണെങ്കിൽ അവരുടെ പേർക്ക് ഒഴിയാതെ അച്ഛനും അമ്മയും അവരുടെ പേരിൽ സമർപ്പിച്ചാൽ മതി. ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ നവഗ്രഹപരമായ ദോഷങ്ങൾ മാറി അന്നത്തെ ദിവസം നമ്മുടെ പ്രാർത്ഥന കൈക്കൊണ്ട് മഹാദേവൻ വിവാഹപരമായ തടസ്സങ്ങൾ നീക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. വിവാഹപരമായ തടസ്സങ്ങളൊക്കെ ഗ്രഹനിലയിൽ പാപദോഷം ഉണ്ടെങ്കിൽ അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരാം. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ വിവാഹം നടക്കാൻ വേണ്ടി നമ്മുടെ രീതിയിലുള്ള ഹിന്ദുവിൽ തന്നെ ഏത് സമുദായമാണ് ആ സമുദായത്തിലൊന്ന് അന്വേഷിക്കുക. ഒപ്പം തന്നെ മാട്രിമോണിയിൽ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.